Okay, we don't mind, we will start. So once again, good afternoon everyone, and let us come to our lessons. I think you see syllabus for the examination is already given. So you need to study that in the last period. Good afternoon. Good afternoon. So in the last class, we have discussed that. So there is no problem. Now we will go to another lesson. അഞ്ചാം ക്ലാസ്സിന്റെ സിലബസ് വളരെ പുറകിലായതുകൊണ്ട് ബാക്കി ക്ലാസ്സുകളിലെല്ലാം 8ഉം 9ഉം ലെസൺസ് എത്തിയപ്പോൾ ഇവിടെ ആകെ 4 ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡിൽ പോകണം. എക്സാം വന്നോളും, അത് നടന്നോളും, അത് നോക്കണ്ട, അത് നിങ്ങൾ പഠിച്ചാൽ മതി. നമുക്കിത് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ടേക്ക് പേജ് നമ്പർ 22, 22 പേജ് നമ്പർ. ബിനോയ്, റേഞ്ചിന്റെ പ്രശ്നമാണോ? കാണുന്നില്ലല്ലോ. Curious town. What is curious? Strange, unusual. There is given the meaning. Strange or unusual. സാധാരണ അല്ലാത്ത, നമുക്ക് ഇഷ്ടംപോലെ ടൗണുകൾ കണ്ടിട്ടുണ്ട്. We have seen a lot of towns or cities, villages also. So here is something unusual, not usual, not sure about, something different. Curious town. Get set. Rhyming words: bark, dart. So some rhyming words you need to write there. What are rhyming words? എന്താണ് rhyming words എന്ന് പറഞ്ഞാൽ? Rhyming words എന്ന് പറഞ്ഞാൽ ഒരേപോലെ വരുന്ന വേർഡ്സ്. അതെ, ഒരേപോലെ വായിക്കുന്ന, പ്രൊനൗൺസിയേഷൻ, റീഡിംഗ് ഒരേപോലെ വരുന്നതാണ് റൈമിംഗ് വേർഡ്സ്. ഇവിടെ ബാർക്ക് ഏത് എഴുതാം. ഡാർക്ക്, ട്രീ, ഫ്രീ, or ice, wise, sight, night, roam, home, curious, furious, ഏത് വേണേലും നമുക്ക് എഴുതാം. അങ്ങനെ കുറേ എണ്ണമുണ്ട്, അതവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ എഴുതാം. കുറച്ച് പേരോട് വന്നാൽ അന്നേരം നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ റൈമിംഗ് വേർഡ്സ് മാത്രമല്ല, വേറെയും റൈമിംഗ് വേർഡ്സ് ഉണ്ട്. ഇഷ്ടമുള്ളത് എഴുതാം. Here are get set already is completed, and now we go to the poem Curious Town. You see that picture there, കുറച്ച് പടം ഉണ്ട്. എന്തൊക്കെയാ അവിടെ ഉള്ള? What are the animals or what do you see in the picture? ആർക്കും പറയാം. അതിലെന്താ കടിച്ചോണ്ടിരിക്കുന്നത്? ഒരു ഡോങ്കി ഉണ്ട്, ഒരു ഫ്രോഗ് ഉണ്ട്, അതെ, ക്യാറ്റ് ഉണ്ട്, ഒരു കൊച്ചുണ്ട്, ഉണ്ട്, ഒരു മരമുണ്ട്, തവളയുണ്ട്, കുറച്ച് വീടുണ്ട്, കുറച്ച് കല്ലുണ്ട്, കുറച്ച് ഇലയുണ്ട്. മഴ പെയ്യുന്നു. മഴ പെയ്യുന്നുണ്ട്. എത്ര വീടില്? 2, 4, 6 വീടുകളുണ്ട്. അതെ, കുറച്ച് വീടുകളുണ്ട്. അങ്ങനെ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്. ഇനി മഴ എല്ലാവർക്കും ഇഷ്ടമാണോ? ചെറിയ മഴ ഇഷ്ടമാണ്, വലിയ മഴ ഇഷ്ടമല്ല. ഓക്കെ, ഏതായാലും അനദർ വൺ, വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ആലിപ്പഴം എന്ന് പറയുന്നത് വീഴുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗ്രേസ്, ഈ ആലിപ്പഴം ഏത് മരത്തേന്ന് പറിക്കാൻ പറ്റും? ആലിപ്പഴം അല്ല, എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഗ്രേസിന് ചിലപ്പോൾ അറിയായിരിക്കും, നോക്കാം. ആലിപ്പഴം പറിക്കുന്ന മരത്തിന്റെ പേരെന്ത്? ഞാൻ വീഴുന്ന കണ്ടിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സായികൃഷ്ണ പറയും, നോക്കാം. ആലിപ്പഴം നമ്മൾ ഏത് മരത്തേന്ന് പറിക്കും? ആണോ? ഓക്കെ, അപ്പൊ ആകാശത്ത് നിന്ന് പറിക്കുന്നതാണ്. ആകാശമാകുന്ന മരത്തിൽ നിന്ന് പറിക്കുന്നതാണ്. ഓക്കെ, റൈറ്റ്, ശരിയാണ്. നമ്മൾ ആപ്പിൾ മരത്തേന്നാണെങ്കിൽ എന്ത് പറിക്കും? ആപ്പിൾ പറിക്കും. മാംഗോ ട്രീ എന്നാണ് മാംഗോ പറിക്കും. അപ്പൊ സ്കൈയിൽ നിന്ന് നമ്മൾ ആലിപ്പഴം, അതായത് ഹെയിൽ സ്റ്റോൺ പറിക്കും. ഓക്കെ, നമ്മൾ പറിക്കേണ്ട, തന്നെ വന്നോളും. റെഡി?
ഐ ഹാവ് അറൈവ്ഡ് അറ്റ് ക്യൂരിയസ് ടൗൺ. സാധാരണ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും, പിള്ളേർക്ക് മാത്രമല്ല ഇപ്പം വലിയവർക്കും അതെ, ഭയങ്കര ഇഷ്ടമായിരിക്കും മഴ. മഴയില്ലാത്ത ഒരു കാലത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ചൂട്, ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും വെള്ളത്തിന്റെ ക്ഷാമത്തിന് പരിഹാരമായിട്ടും എല്ലാം നമുക്ക് മഴ വേണം. മഴ സാധാരണ എങ്ങനെ നമ്മൾ കിണറ്റിൽ നിന്ന് എത്ര വെള്ളം എടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് മഴ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. പ്രത്യേകിച്ച് പുതുമഴ. മഴക്കാലം അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ പുതുമഴയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇല്ലേ? പുതുമഴ സമയത്ത് കുറച്ച് ഇടിയും കാറ്റും ഒക്കെ വരും, എന്നാലും ഇഷ്ടമായിരിക്കും. ആ മണ്ണൊക്കെ നനയുന്ന ഒരു സ്മെല്ലുണ്ട്. ദാറ്റ് സ്മെൽ ഈസ് വെരി ഗുഡ്. ദാറ്റ് ഫ്രാഗ്രൻസ് നല്ല രസമാണ്. ആ പാമ്പിനെ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പാമ്പിനെ പേടിയില്ലാത്തത് അതാരാ? ഞാൻ എന്ന് പറയുമ്പോ മുഹമ്മദ് ആണോ? അതെ, മുഹമ്മദിന് പാമ്പിനെ പേടിയില്ല. ഓക്കെ. പക്ഷേ ഒരു പാമ്പിനെ ഇപ്പൊ വാവാ സുരേഷിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. വാവാ സുരേഷ് പാമ്പിനെയൊക്കെ വലിയ രാജവെമ്പാലിനെയൊക്കെ ഇങ്ങനെ വെറും കൂളായിട്ട് ഇങ്ങനെ ചുറ്റിപ്പിടിച്ചോണ്ട് നടക്കുന്നത് കാണാം. അതുപോലെ പിടിക്കാൻ പറ്റുമോ? അതൊന്നും കഴിയില്ല, എന്നാലും പേടിയില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം. പാമ്പിനെ കഴുത്തേൽ ചുറ്റിയിട്ടുകൊണ്ടിരിക്കുന്നത് ആരാ? ലക്ഷ്മിപ്രിയക്ക് അറിയത്തില്ല? അല്ല സായികൃഷ്ണ? വാവാ സുരേഷ് കഴുത്തേൽ ചുറ്റിയിട്ടില്ല. പാമ്പിനെ കഴുത്തേൽ ചുറ്റിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബാക്കി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആരാ അത്. ആനിമൽ അല്ല. വെരി ഗുഡ്, കറക്റ്റ്. ശിവൻ, നമ്മുടെ ഹൈന്ദവ ദേവൻ ശിവൻ, വിഷ്ണു ശിവൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിലെ ഈ ശിവന്റെ കഴുത്തേല് എന്തുണ്ട്? ഒരു പാമ്പിനെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പം പാമ്പിനെ പേടിയില്ലാത്ത ആൾക്കാരെ നമുക്ക് ആരോട് ഉപമിക്കാം? ലോർഡ് ശിവനോട് ഉപമിക്കാം. ഓക്കെ, ഏതായാലും ഇവിടെ ഈ പാമ്പിനെ കുറിച്ച് ഞാനിപ്പോ ചോദിച്ചതിന് കാരണം പാമ്പ് പിടിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ എന്തിനാ? ഈ പുതുമഴ പെയ്യുമ്പോൾ മണ്ണ് നനയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്മെല്ല് വരും. അപ്പൊ ആ പൊടി തിന്നാൻ വേണ്ടിയിട്ട് പാമ്പിന് ഭയങ്കര ഇഷ്ടമാണെന്നാ പറയുന്നത്. അത് തിന്നാൻ വേണ്ടിയിട്ട് പാമ്പ് വരും. അപ്പൊ പുതുമഴ പെയ്യുന്ന സമയത്ത് പാമ്പുകൾ കൂടുതൽ പുറത്തിറങ്ങും എന്നൊക്കെ ഒരു ശ്രുതി ഉണ്ട്. ഏതായാലും പേടിയില്ലാത്തത് മുഹമ്മദ് മാത്രമേ ഉള്ളൂ. പക്ഷെ പാമ്പ് പിടിക്കാൻ പോകരുത്, അത് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, I have arrived at a curious town which is painted with the curious hues, and there the kitten barks and barks, the puppy mews and mews, and there the frog climbs up a tree and croaks in a curious way. Prepare for a shower of pelting ice. It is going to hail today. Very nice. I have arrived at a curious town. ഞാനൊരു ഒരു സ്ട്രേഞ്ച് ടൗണിൽ എത്തിപ്പെട്ടു. Which is painted with the curious hues. Hues means colors. പലതരം നല്ല പ്രത്യേക നല്ല രസമുള്ള കളർ കൊണ്ട് പെയിന്റ് ചെയ്തിരിക്കുന്ന ഒരു ടൗൺ ആണ്. And there the kitten barks and barks. What is kitten? ലക്ഷ്മി പ്രിയ, വീട്ടിൽ ഒരു കിറ്റൺ ഇല്ലേ? പൂച്ചക്കുട്ടി ഉണ്ടോ വീട്ടില്? ഇല്ല. പൂച്ച വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ? പൂച്ച കുട്ടിയാകണമെന്നില്ല, പൂച്ചക്കുട്ടി അല്ലാതെ പൂച്ച വലിയ പൂച്ചയാണെങ്കിലും ഉള്ളത് ആരും ഇല്ലേ? മൈ ഗോഡ്, നിങ്ങൾക്കൊന്നും ആനിമൽസിന് ഒരു സ്നേഹമില്ല? ഉണ്ട്. ഓക്കെ, സ്നേഹമുണ്ട്, പക്ഷെ വീട്ടിലില്ല. ഏതായാലും ചിലപ്പം വലിയ പൂച്ചയുണ്ട്, ചെറുതുണ്ട്. ചെറിയ പൂച്ച കുഞ്ഞിന് പറയുന്ന പേരാണ് കിറ്റൻ. അങ്ങനെയാണെങ്കിൽ ഡോഗ് വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ? അത് 2-3 പേരുണ്ട്. ഓക്കെ, ഇവിടെ ലക്ഷ്മിപ്രിയ ഉണ്ട്, സായികൃഷ്ണയുണ്ട്, അതുലും ഉണ്ട്, ജോസിയുണ്ട്. ഓക്കെ, ഇതിൽ ആർക്ക് ഡോഗിന്റെ സൗണ്ട് അനുകരിക്കാൻ പറ്റുന്ന ആരുണ്ട്?
ബാർക്ക് കുരയ്ക്കണം. ആ പറഞ്ഞോ. ഞാൻ പറഞ്ഞോ. എങ്ങനെയാ? അത് തന്നെ, കറക്റ്റ്, ഗുഡ്. അപ്പം വീട്ടിൽ ഡോഗ് ഇല്ലാത്ത അവനാണ് കുരച്ചത്. കൊള്ളാം. അപ്പൊ നമ്മൾ അതിന് പറയുന്ന പേരെന്താ ശരിക്കും? അത് ബാർക്കാണ് ചെയ്യുന്നത് അല്ലെ? ഡോഗ്സ് ആണ് ശരിക്കും ബാർക്ക് ചെയ്യുന്നത്. ബാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. ബാർക്ക് എന്ന വാക്കിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. അതെന്താ? ഈ മരത്തിന്റെ ഒക്കെ തൊലിയില്ലേ, മരത്തിന്റെ തൊലിക്ക് പറയുന്നത് ബാർക്കെന്ന. ബാർക്ക്, സ്കിൻ എന്നല്ല പറയുക, ബാർക്ക് എന്നാ പറയുക. ട്രീസ് ബാർക്ക്. ഓക്കെ. ഇത് പക്ഷെ വെർബാണ്, ആക്ഷൻ വേർഡ് ആണ്. അതെന്താ? കുരയ്ക്കുക. പൂച്ച കുരയ്ക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പൂച്ചയോ പൂച്ചക്കുട്ടി ആരെങ്കിലും കുരയ്ക്കുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? മൂന്നാമത്തെ ലൈൻ നോക്കിയേ. ആൻഡ് ദേർ ദ കിച്ചൺ ബാർക്സ് ആൻഡ് ബാർക്സ്. ആ ടൗണിൽ കിച്ചൺ ആണ് കുരയ്ക്കുന്നത്, പൂച്ചക്കുട്ടിയാണ് കുരയ്ക്കുന്നത്. അതുകൊണ്ടാണ് അത് സ്ട്രേഞ്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഓർത്താ ഞാൻ ഇത് ഇത്രയും ചോദിച്ചത്. അതിൽ തൊട്ട് താഴത്തെ നാലാമത്തെ ലൈനോടെ നോക്കിയേ. ദ പപ്പി മ്യൂസ് ആൻഡ് മ്യൂസ്. മ്യാവ് മ്യാവ് എന്ന് വെക്കുന്നത് ആരാ? പപ്പി, പട്ടിക്കുഞ്ഞ്. പട്ടിക്കുഞ്ഞ് മ്യാവ് മ്യാവ് എന്ന് വെക്കുന്നു. ശരിയാണോ? ശരിക്കും അല്ല. അതും മുഹമ്മദ് കുരച്ചതുപോലെ മുമ്പേ അവൻ ഉണ്ടാക്കിയ ശബ്ദം പോലെയാണ്. അതിന്റെ ചെറിയ ശബ്ദമാണെന്നേ ഉള്ളൂ. ഏത്? പട്ടിക്കുഞ്ഞും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ. ആൻഡ് ദേർ ദ കിച്ചൺ ബാർക്സ് ആൻഡ് ബാർക്സ്, ദ പപ്പി മ്യൂസ് ആൻഡ് മ്യൂസ്. തീർന്നില്ല. ആൻഡ് ദേർ ദ ഫ്രോഗ് ക്ലൈംസ് അപ്പ് എ ട്രീ. ആൻഡ് ദേർ ദ ഫ്രോഗ് ക്ലൈംസ് അപ്പ് എ ട്രീ. ഫ്രോഗ് മരത്തെ കയറുന്നു. സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളതാണോ? നോ. സാധാരണഗതിയിൽ നമ്മൾ ഈ തവളയിൽ നിന്ന് മരത്തിന്റെ മുകളിൽ അങ്ങനെ കാണാറില്ല. ചെറിയ ചില മരങ്ങാടിച്ച തവളകളുണ്ട് ചെറുത്. ഇത് പക്ഷെ അങ്ങനെയല്ല. മരത്തിന്റെ മുകളിലാണ് അവിടെ ഫ്രോഗ് ഇരിക്കുന്നതായിട്ട് പടത്തിലും കാണുന്നത്. അപ്പോൾ ആൻഡ് ദേർ ദ ഫ്രോഗ് ക്ലൈംസ് അപ്പ് എ ട്രീ ആൻഡ് ക്രോക്സ് ഇൻ എ ക്യൂരിയസ് വേ. വാട്ട് ഈസ് ക്രോക്ക്? മാക് മാക് എന്നൊക്കെ തവള കരയുന്ന ശബ്ദമാണ് ക്രോക്കിംഗ്. ഓക്കെ. അതൊരു പ്രത്യേക സൗണ്ടിലാണ്. Prepare for a shower of pelting ice. It is going to hell today. Prepare for a shower. What is shower? കുളിക്കുന്ന ഷവറാണ്. വെരി ഗുഡ്, കറക്റ്റ്. അപ്പൊ എത്ര പേര് കുളിക്കാറുണ്ട്? കുളിക്കാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെ? തോട്ടുന്നല്ല കുളിക്കാൻ ഇഷ്ടം. തോട്ടിൽ നിന്നാണെങ്കിൽ കുളിക്കും. തോട്ടിൽ വെള്ളമില്ലെങ്കിൽ അവൻ കുളിക്കുകയല്ലെന്ന് ആണോ? ഓക്കെ. ഏതായാലും തോട്ടിൽ നിന്ന് നമ്മൾ തോട്ടിലെ വെള്ളമൊക്കെ, തോട്ടിൽ കുളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പിള്ളേർക്ക് പ്രത്യേകിച്ച് നീന്താനൊക്കെ ഭയങ്കര രസമായിരിക്കും. കുറച്ച് മീനെയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കണ്ട് രസമാണ്. പക്ഷേ നമ്മൾ ഈ ഷവറിൽ കുളിക്കുക എന്ന് പറഞ്ഞിട്ട്, ഷവർ വീട്ടിലൊക്കെ ബാത്റൂം ഒക്കെ ഉള്ളവർ ചിലപ്പം ഷവർ കണ്ടിട്ടുണ്ട് അല്ലേ? ഷവറിൽ നിന്ന് വെള്ളം ചീറ്റി ഇങ്ങനെ വരും. അതിനകത്ത് കുളിക്കാനും വലിയ രസമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും കപ്പിൽ വെള്ളം കോരി ഒഴിക്കും. അങ്ങനെയും കുളിക്കാം, എങ്ങനെയാണേലും കുളിക്കാം. ഇമ്പോർട്ടന്റ് അതൊന്നും അല്ല, കുളിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ഇവിടെ ആൻഡ് പ്രിപ്പയർ ഫോർ എ ഷവർ. ഇവിടെ ഷവർ എന്ന് പറഞ്ഞാൽ ഒരു മഴ എന്ന അർത്ഥം. മഴ. ഓക്കെ. ഷവർ. there was a heavy rain, there was a heavy shower today. ഇന്നൊരു ഭയങ്കര മഴ ഉണ്ടായിരുന്നു എന്ന് പറയും. മഴത്തുള്ളി പോലെ ഏതാ സാർ ഇപ്പൊ പറയുന്നത് എഴുതാനുള്ളതാണോ? അല്ലല്ല, ഒന്നും ചെയ്യണ്ട, കേട്ടാ മതി. കുഴപ്പമില്ല, കേട്ടാ മതി. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഷവർ എന്ന് പറയുന്നത്, ഷവറിൽ നിന്ന് വെള്ളം വീഴുന്നത് മഴത്തുള്ളി പോലെയാ, ഇങ്ങനെ പല പല തുള്ളികളായിട്ടാണ് വീഴുന്നത്. അതുകൊണ്ടാണ് അതിനും ഷവർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഹിയർ പ്രിപ്പയർ ഫോർ എ ഷവർ ഓഫ് പെൽറ്റിംഗ് ഐസ്. ഇവിടെ വെള്ളമല്ല വീഴുന്നത്, പിന്നെയോ പെൽറ്റിംഗ് ഐസ്, ഐസ് പീസസ്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ടുഡേ. ഹെയിൽ. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെയിൽ ടുഡേ എന്ന, റെയിൻ അല്ല. ഹെയിൽ. ഹെയിൽ എന്ന വാക്കിനും 2-3 അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം പുകഴ്ത്തുക എന്നാണ്. പുകഴ്ത്തുക എന്ന്, പുകഴ്ത്തുക. ഹെയിൽ. ഹെയിൽ മേരി എന്നൊക്കെ പറയും. പുകഴ്ത്തുക, നന്മ അറിഞ്ഞ, നന്മയുള്ളതെന്നൊക്കെ അർത്ഥമുണ്ട് ഹെയിൽ. ഇവിടുത്തെ ഹെയിൽ അതല്ല. പിന്നെന്താ?
ഇവിടുത്തെ ഹെയിൽ എന്ന് പറഞ്ഞാൽ അത് ആലിപ്പഴമാണ്. മുമ്പേ നമ്മൾ മരത്തേന്ന് പറിക്കാൻ പോയ പഴം. ഏത്? ആലിപ്പഴം. അതെ അതെ, അതാണ് ഹെയിൽ. ഓക്കെ, ഹെയിൽ ടുഡേ. വി ഗോ ടു ദ തേർഡ് സ്റ്റാൻസ. മൂന്നാമത്തെ സ്റ്റാൻസയിലേക്ക് നമ്മൾ പോവുകയാണ്. സിമ്പിൾ പോയമാണ്. ഇമാജിനറി തിങ്സ്, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പട്ടി പിന്നെ മ്യാവ് വെക്കുന്നു, പൂച്ച കുരയ്ക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് വളരെ ഈസിയാണ്. ആൻഡ് there you can see a most curious sight which I can make a dead crow roar, which can make a dead crow roar, and the asses who roam have only 2 legs while the men who walk have 4. Very interesting stanza. ഭയങ്കര രസമാണ്. അത് ഞാൻ ഒന്ന് വിവരിക്കാം, അപ്പൊ അതിന്റെ രസം നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് there you can see a most curious sight. ഏറ്റവും തമാശ കലർന്ന, ഏറ്റവും സ്ട്രേഞ്ച് ആയ, ഏറ്റവും അൺയൂഷ്വൽ ആയിട്ടുള്ള സൈറ്റ് ഇതൊന്നും അല്ല. ഇതുവരെ കണ്ടതൊന്നും അല്ല. എന്താ, പൂച്ച കുരച്ചതൊന്നും അല്ല, ഇനിയും വരുന്നതേ ഉള്ളൂ. എന്താ? which can make a dead crow roar. dead, ചത്തയൊരു കാക്ക, ഡെഡ് ക്രോ, അത് അലറും. ചത്ത കാക്ക അലറും. എങ്ങനെ? സംഭവിക്കുന്നതാണോ? നോ, സംഭവിക്കും. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ഇവിടെ നോക്കി, അതാണ് മോസ്റ്റ് ക്യൂരിയസ് ആയിട്ട് എന്ന് പറഞ്ഞത്. വിച്ച് ക്യാൻ മേക്ക് എ ഡെഡ് ക്രോ റോർ. ചത്ത കാക്ക അലറും, സിംഹത്തിനെ പോലെ ഗർജിക്കും. അടുത്തത്, ദി ആസസ് ഹു റോം ഹാവ് ഓൺലി 2 legs. ആസസ്, ആസസ് എവിടെയോ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. കഴുത നോക്കാം, നമുക്ക് നോക്കാം. ഞാനൊരു ക്ലൂ തരാം. നിങ്ങൾ ചീട്ട് കളിക്കാറുണ്ട്. ചീട്ട് വെച്ച് കളിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ലബിൽ പോയി പൈസ വെച്ച് ചീട്ട് കളിക്കും നല്ല പറഞ്ഞ്. വീട്ടിൽ വല്ല കഴുതയോ ഇല്ല, കഴുത കളിക്കല്ലേ? കഴുത കളിക്കുക, അങ്ങനെയൊക്കെ. അതിനകത്തൊരു നമ്മളൊരു ചിഹ്നത്തെ നമ്മൾ ആസ് എന്ന് പറയാറുണ്ട്. ആസ് ഏതാ അത്? ഈ ചീട്ടില് എനിക്ക് ചീട്ട് കണ്ടിട്ടുള്ളവർ ചോദിക്കാം, ചീട്ടില് 1 നമ്പർ ഉണ്ടോ? വെരി ഗുഡ്. 1 ഇല്ല. 2 മുതൽ 10 വരെ ഉണ്ട്. അല്ല, ഞാൻ പറയാം. ഇപ്പൊ ആൻസറൊക്കെ വന്നിട്ടുണ്ട്, പറയാം. 2 മുതൽ 10 വരെ നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ജെ ഉണ്ട്. അതാണ് 11 എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ജെ, ജാക്ക്. പിന്നെ ഉള്ളത് ക്യൂ ആണ്, ക്വീൻ. അത് 12 എന്ന നമ്പറിൽ വരും. പിന്നെ ഉള്ളത് 13 എന്ന നമ്പറിൽ വരുന്നത് കെ ആണ്, കിങ്. കണ്ടിട്ടില്ലേ? ഓക്കെ. പിന്നെ ഒരെണ്ണം ഉള്ളതാണ് എ അതാണ് ആസ് എന്ന് പറയുന്നത്. നമ്മൾ ആസ് എന്ന് പറയുന്നേ ഉള്ളൂ. ശരിക്കും അത് ആസ് എന്നല്ല പറയുന്നത്, അത് എയ്സ് ആണ്. എയ്സ്, തുരുപ്പ് ചീട്ട് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അത് എയ്സ് ആണ്. ഇത് പക്ഷേ ആസ് ആണ്. ഇവിടെ ഹന്ന റോസ് പറഞ്ഞത് കറക്റ്റ് ആണ്. ആസ് എന്ന് പറഞ്ഞാൽ ഡോങ്കി ആണ്. ഓക്കെ, ആസ് മീൻസ് ഡോങ്കി, ആസസ് മീൻസ് ഡോങ്കീസ്. ക്ലിയർ? ഇവിടെ ആസസിന്റെ അല്ലെ ഡോങ്കീസിന്റെ പ്രത്യേകത എന്താ? ദി ആസസ് ഹൂ റോം only 2 legs. അതിന് 2 കാലേ ഉള്ളൂ. only 2 legs. കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ആസിനെ? ഡോങ്കിയെ കണ്ടിട്ടുണ്ടോ? ഫുള്ള് തള്ള. കറക്റ്റ്. അവൻ പറഞ്ഞത് മുഴുവൻ തള്ളാണെന്നാണ്. അത് ശരിയാണ്, തള്ളാണ്. പക്ഷേ ഇവിടെ 2 കാലും 2 കൈയും, മനുഷ്യന് 4. അതാണ് അവൻ പറഞ്ഞത്, തള്ളാണ്, മുഴുവൻ തള്ളാണ്. ശരിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പം നമ്മൾ ഇപ്പോഴത്തെ പുതിയ ലാംഗ്വേജിൽ അത് അല്ല, ന്യൂജൻ ഭാഷയിൽ അത് തള്ളാണ്. പക്ഷേ ഇത് എന്താണ്? ശരിക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, സാങ്കല്പികമാണ്. അതാണ്. ഓക്കെ, ഒരു കവി ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇനി നോക്കട്ടെ, അവിടെ ഓക്കെ,
while the men who walk have 4. നടക്കുന്ന മനുഷ്യർക്ക് 4 കാലുമുണ്ട്. നമ്മൾ 4 കാലിൽ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പോയറ്റിന്റെ പേര് പോലും വായിക്കാൻ കിട്ടുന്നില്ല. വെരി സിമ്പിൾ അല്ലേ? ക്യൂരിയസ് ടൗൺ. ഇത് തലതിരിഞ്ഞ ഓക്കെ, ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ചോദിച്ചത് എന്താ? മനുഷ്യരെ 4 കാലിൽ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും. നല്ല കള്ളുകൂടിയന്മാരെ ഇങ്ങനെ വീണ് കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞു കേട്ടില്ല, സിനിമയിലൊക്കെ ആണെങ്കിലും പറഞ്ഞു കേട്ടില്ല, 4 കാലയിലാ വരുന്നതെന്ന്. അപ്പൊ 4 കാലയിലല്ലേ വരുന്നത്? 4 കാല എന്ന് പറഞ്ഞാൽ ഏറ്റു നിൽക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ട് 4 കാലേ വരുന്നേ ഉള്ളൂ. ഇവിടെ പക്ഷേ അതല്ല. ഇവിടെ ഒറിജിനൽ ആയിട്ട് 4 കാലിൽ മനുഷ്യർ നടക്കുന്നു. അതായത് മനുഷ്യരുടെ സ്ഥാനത്ത് മൃഗങ്ങളും, മൃഗങ്ങളുടെ സ്ഥാനത്ത് മനുഷ്യരും. I have arrived at a curious town which is marked with curious marks. അവിടെയും പല പല മാർക്കുകളുണ്ട്. എല്ലാ മാർക്ക് എന്ന് പറഞ്ഞാൽ അടയാളങ്ങളുണ്ട്. എന്താ? അതും പലതാണ്. And there the puppy mews and mews and the kitten barks and barks. വീണ്ടും പറയുന്നു, അതിന് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്. There the puppy mews and mews. പപ്പി മ്യാവ് മ്യാവ് വെക്കുന്നു. ആൻഡ് ദ കിറ്റൻ ബാക്ക് ആൻഡ് ബാക്ക്. കിറ്റൻ ബൗ ബൗവും വെക്കുന്നു. ഓക്കെ, വെരി സിമ്പിൾ. ഇവരിപ്പം അവര് പറഞ്ഞതുപോലെ തള്ളാണേലും കേൾക്കാൻ ഒരു രസമുണ്ട് അല്ലേ? പോയവാണ്. വെരി സിമ്പിൾ ആണ്. സിമ്പിൾ. നമുക്ക് ഇമാജിനറി, നമ്മളെല്ലാം ഇമാജിനറി ലോകത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നവരാ. നിങ്ങളൊക്കെ പ്രത്യേകിച്ചും എന്നോട് ലൈവ് ക്ലാസ്സിൽ, റിയൽ ക്ലാസ്സിൽ പല സ്റ്റുഡൻസും പറഞ്ഞിട്ടുണ്ട്. ഗ്രേസും ഹന്നാറോസും അടക്കമുള്ളവര് അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അവരും അവരുടെ ബാക്കിയുള്ള ക്ലാസ്സിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഈ പറയുന്ന പറക്കും തളികയും ഏലിയൻസ് എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഏലിയൻസ്. ഏലിയൻസിനെ കുറിച്ചും, അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ പല ആൾക്കാരും വരുന്നുണ്ട്. ഏലിയൻസ് പറക്കും തളിക വരുന്നുണ്ട്, ചൊവ്വായിൽ നിന്ന് വരുന്നതാണ്, അവരെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്താണ്? ശരിക്കും സാങ്കല്പിക ലോകമാണ്. സങ്കല്പിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങളിപ്പോ ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കത്തില്ലേ? ഞാനാണ് ഇന്ത്യൻ പ്രസിഡന്റ്. സങ്കല്പിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഇപ്പൊ ഇവിടെയാ ഇരിക്കുന്നേ. എന്നാ ഒന്ന് അമേരിക്കക്ക് പോയിട്ട് വന്നേക്കാം. ഇപ്പം അവിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ തൊട്ടടുത്തിരിക്കുകയാണെന്ന് എന്ന് വിചാരിക്കത്തില്ലേ? ചിന്തിക്കാൻ കുഴപ്പമൊന്നുമില്ല. അന്നേരെ തിരിച്ചു വന്ന് വീണ്ടും ഇവിടെ എത്തി. അപ്പൊ സങ്കല്പിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ ഇൻട്രസ്റ്റിങ്ങുമാണ്. ചില പിള്ളേരൊക്കെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. എൻ്റെ മോളൊക്കെ ചിലപ്പം പറയാറുണ്ട്, ഭയങ്കര സങ്കല്പമാണ്. എന്താ? ഒരു സംഭവമായിട്ട് ഒരു ബന്ധം ഉണ്ടാകിയല്ല, മുഴുവൻ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞു പോകും. അത് മുഴുവൻ കൂട്ടിക്കൂട്ടി പറയുന്ന, ഇവൻ പറയുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ തള്ള്, കംപ്ലീറ്റ് തള്ളാണ്. പക്ഷേ കേൾക്കാൻ രസമുണ്ട്. ഓക്കെ, അതാണ് എന്താ, കുട്ടികൾ ശരിക്കും സങ്കല്പിക്കണമെന്നാ പറയുന്നത്. ശരിക്കും സങ്കല്പിക്കണം. കാരണം എന്താ? വിങ്സ്, ചിറകുലേറി ഇങ്ങനെ പറന്നു നടക്കണം. കളർഫുൾ വിങ്സിൽ ഇങ്ങനെ പറന്നു നടക്കണം. സങ്കല്പ ലോകത്തിലൂടെ ഇങ്ങനെ പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഒറിജിനൽ ആയിട്ടുള്ള ലൈഫിലേക്ക് തിരിച്ചു വരരുതെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷേ നമ്മൾ അത്രയും വളരെ കാര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ചിറകുകൾ ഉയർത്തി പറന്ന് നടക്കണം എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ, അടുത്ത ദിവസം നമുക്ക് എന്തുണ്ട്? പരീക്ഷയുണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് 2 പീരീഡ് ഉള്ളതുകൊണ്ട് മിക്കവാറും ഒരു ക്ലാസ് ഞാൻ എടുക്കാൻ വഴിയുണ്ട്. ഞാൻ അത് പിന്നെ നേരത്തെ അറിയിക്കാം. അന്നേരം ഈ പറയുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരുണ്ട്. ഇന്നിപ്പം ഞാൻ ഒഴികെ ബാക്കി 10 പേര്, അല്ല 9 പേരുണ്ട്. 9 പേരിൽ ഒരു 7 പേരെങ്കിലും കുറച്ച് തള്ളു പറയണം. തള്ള് കുറച്ച് ഇമാജിനറി കഥകൾ നിങ്ങളുടെ സ്വന്തം. ഇപ്പൊ തന്നെ പറയാനോ? ഇപ്പൊ പറയാൻ സമയമില്ല, അതുകൊണ്ടാ. ഓക്കെ, അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് വെച്ചാൽ മതി. എന്താണ് നിങ്ങളുടെ ഇമാജിനേഷൻ എന്ന് ഞാൻ ഓരോരുത്തരോടും ചോദിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇമാജിനേഷൻ അതിന് മുമ്പ് തന്നെ, ഈ ക്ലാസ്സിൽ പറയിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണൽ ആയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ തള്ള് ഞാൻ കേട്ടോളാം. വോയിസ് ആയിട്ട് വിട്ടാൽ മതി. വോയിസ് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ കുറെ സമയം പിടിക്കുമല്ലോ, അതുകൊണ്ട്. റെഡി? ഓക്കെ. അപ്പൊ നമ്മള് ഈ പോയം അവിടെ വരെ മതി. ഇനി ഈ മുഹമ്മദ് പറഞ്ഞ പോലത്തെ തള്ള എഴുതിയ കവി ആരാ?
ഹരീന്ദ്രനാഥ് ചതോപാധ്യായ. ഹരീന്ദ്രനാഥ് ചതോപാധ്യായ. വായിക്കാൻ കിട്ടുന്നില്ല. ആ ഓക്കെ. നല്ല പേര്. നമ്മുടെ ക്ലാസ് ഇന്ന് ആ ലെസൺ അവിടെ തീർന്നു. അതത്രയും മതി. നിങ്ങൾ വേറെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വീട്ടിൽ പഠിക്കാനുള്ളത് പഠിക്കണം, പരീക്ഷയ്ക്കുള്ളത്. അത് കൂടാതെ ഈ പോയം ഒരു 2 പ്രാവശ്യം വായിച്ചിട്ട് അത് സൈൻ ചെയ്യിക്കണം. മദറിന്റെയോ ഫാദറിന്റെയോ, ഇല്ലെങ്കിൽ എൽഡർ ബ്രദറിന്റെയോ സിസ്റ്ററിന്റെയോ, ഫാദറോ മദറോ ആണ് ബെറ്റർ, സൈൻ ചെയ്ത് എനിക്ക് അയച്ചു തരിക. ഓക്കെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ. തൊട്ടടുത്ത പേജിലെ റീഡ് ആൻഡ് റൈറ്റിംഗ് കൂടി ഒന്ന് നമുക്ക് നോക്കണം. ഇപ്പൊ സമയമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. പരീക്ഷയ്ക്കുള്ളത് ശരിക്കും പഠിക്കണം. റെഡി? ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ ക്ലാസ്സിൽ കൂടിയതാണെങ്കിൽ പോലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മറ്റേ പരീക്ഷന്റെ ടൈം ടേബിൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. അതാരാ? ഗ്രൂപ്പിലുണ്ടല്ലോ ടൈം ടേബിൾ. ഞാൻ ടീച്ചറിനോട് ഒന്നോടെ ഇടാൻ പറയാം. എൻ്റെ കയ്യിലുണ്ടോ സംശയമുണ്ട്. എൻ്റെ ഫോൺ ഹാങ് ആയപ്പം അതിനകത്തുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ സംശയമുണ്ട്. നോക്കട്ടെ. ഓക്കെ. അപ്പം അത് ഇല്ലെങ്കിൽ നീ ഒന്നും ശ്രീകുട്ടി മിസ്സിനെ വിളിച്ച് ചോദിച്ചാലും മതി. ഓക്കെ, മെസ്സേജ് വിട്ടാലും മതി. ഇനി ചെയ്യേണ്ടത് പഠിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? എന്തോ പറയാൻ വന്നായിരുന്നു, മറന്നുപോയോ? സംശയമുണ്ട്. ഇല്ല, ഓക്കെ. ഏതായാലും അത് പഠിക്കുക, വായിക്കുക, സൈൻ ചെയ്യുക. പിന്നെ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ കൂടിയതാണെങ്കിലും നോ പ്രോബ്ലം, യൂട്യൂബ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഓക്കെ? ഇതിന്റെ ലിങ്ക് ഇടും, അതൊന്ന് വാച്ച് ചെയ്താലും മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യണം? തള്ളുകഥകൾ ഇന്ന് മുതൽ എനിക്ക് വരണം. 2 ദിവസത്തേക്ക് മതി, അതിന് മുമ്പ് തീർക്കണം. റെഡി? വലിയ നോവൽ പോലെ വലിച്ചു പറയരുത്. കുറച്ച് അറ്റൻഡൻസ് ഒന്ന് എടുക്കാം. ഓക്കെ, അറ്റൻഡൻസ് നോക്കാം. ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഹന്ന റോസ് പ്രസന്റ്. ലക്ഷ്മി പ്രിയ പ്രസന്റ്. അതുൽ ഓക്കെ. ജോസി ഷൻസ ഫാത്തിമ അല്ല, ഷൻസ ഫാത്തിമാസ്. ഷിസ ഫാത്തിമയാണോ? അവിടെ ഷാൻസ് എന്നാ കാണുന്നത്. ഷിസ ഫാത്തിമ. ഓക്കെ. നൈജൽ ആണോ? മോന്റെ പേരെന്താ? മോനാണോ മോളാണോ? ഏഞ്ചലാ? ഓ ഏഞ്ചൽ. ഓക്കെ. മുമ്പേ മെസ്സേജ് വിട്ടത്. ഓക്കെ, റൈറ്റ്. അനിയനാ? ഓക്കെ. ഗ്രേസ് ഉണ്ട്. മുഹമ്മദ് കെ ഉണ്ട്. ഏബൽ ബിനോയ് ഉണ്ട് സാറേ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്രയും മതി. ഹോപ്പ് വെരി ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിരുന്നു. ഏതായാലും ഗുഡ്. സോ പഠിക്കുകയും കൂടെ ചെയ്യുക. We will see in the next class. Until then, take care and be happy. Okay? Bye. See you in the next class. Bye, sir. Okay, bye. Thank you, sir. Bye, thank you.